ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിൽ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ടെലഗ്രാം എയർ ഡ്രോപ്പില്ലാത്ത വേറെ എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇത് മൊബൈലിലുള്ളവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മൊബൈലിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ കിവി ബ്രൗസറോ മൈസസ് ബ്രൗസറോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലുള്ള എല്ലാ എക്സ്റ്റൻഷൻസും നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സാധാ ക്രോമിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുപോലത്തെ ഒരു പ്രൊജക്റ്റാണ് ഈ ചെയിൻ ബേസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. സോ ഓൾറെഡി ഒരു 60 മില്യൺ ഫണ്ടിങ് ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ടെൻസെൻ്റ് ഒക്കെ പാർട്ട്നേഴ്സാണ്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ കേസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാറ്റ നെറ്റ്വർക്ക്, ഒന്നിച്ചാണ് ഡാറ്റ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ എ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റും കൂടിയാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ പ്രൊജക്റ്റിനെ കുറിച്ച് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിപ്റ്റോ റാങ്ക് സൈറ്റ് വന്നാൽ മതി. അതിൻ്റെ ഫണ്ട് റൈസിനെ കുറിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിന് മുന്നേ ഇവരെ ട്വിറ്റർ പേജൊക്കെ ഉണ്ട്. ട്വിറ്റർ പേജിൽ അവർ ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നിങ്ങൾ യൂസേഴ്സ് ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പോഴേ തൊട്ട് നല്ല രീതിയിൽ കളിച്ചു തുടങ്ങിയ പോയിന്റ്സ് നിങ്ങൾക്ക് ഇപ്പോഴേ ഏൺ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ചെറിയ ടാസ്കുകളുണ്ട്. അപ്പോൾ ഡെയിലി മിസ് ചെയ്യാതെ നമ്മളിപ്പോൾ എല്ലാ ടെലഗ്രാമിൽ എയർ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഡെയിലി മിസ് ചെയ്യാതെ ഈ ടാസ്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പോയിന്റ് ഏൺ ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിവിടെ ആദ്യം കണക്ട് വാലറ്റ് കാണാൻ പറ്റും. അതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സോ എൻ്റെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രോം സ്റ്റോറിൽ പോയിട്ട് ആ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ മെറ്റാമാസ്ക് കാണുന്നു. മെറ്റാമാസ്ക് ചൂസ് ചെയ്യുന്നു. പിന്നീട് ഇവിടെ സൈൻ റിക്വസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ സൈൻ ഇൻ റിക്വസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഡാപ്സ് നീഡ് ടു കണക്ട് യുവർ വാലറ്റ് നോക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ ഓൾറെഡി മെറ്റാമാസ്കിൽ എതീരിയത്തിന് നെറ്റ്വർക്ക് അങ്ങനെ ഏതെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ നെറ്റ്വർക്ക് ചെയിൻ ബേസ് നെറ്റ്വർക്കിൽ സ്വിച്ച് ചെയ്യേണ്ടി വരും. അത് ഇവിടെ തന്നെ പ്രോംപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാണിക്കുക. അപ്പോൾ ഞാനത് സൈനിങ് കൊടുക്കുന്നു. സൈനിങ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യുക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. സൈൻ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൽ കോഡ് ചോദിക്കും. അപ്പോൾ നമ്മുടെ റെഫറൽ കോഡ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ കോഡ് എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. പിന്നെ ഇവിടെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. അവരൊരു ഇൻ്റർഫേസ് ഒക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റോൾസും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്കത് വായിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളോടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവർക്കൊരു ചാറ്റ് ബോട്ടൊക്കെ ഉണ്ട്. സോ ഇതാണ് നമുക്ക് ഡെയിലി ചെയ്യാനുള്ള കുറച്ച് ടാസ്കുകൾ. അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് ട്വിറ്റർ ഹാൻഡിലും അതുപോലെ തന്നെ ഡിസ്കോഡ് ഹാൻഡിലും നമ്മളിവിടെ കണക്ട് ആക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഡെയിലി ചെയ്യാനുള്ള കുറച്ച് ടാസ്കുകൾ എന്ന് പറയുന്നത്. അത് ഒറ്റ ബസ് ചെയ്താൽ മതി. പക്ഷേ ഈ ചാറ്റ് വിത്ത് തീയും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കലും ഓരോ ഡെയിലി ടാസ്കുകളാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ പോയിന്റ്സ് കിട്ടും. ഇവിടെ കിട്ടുന്ന പോയിന്റ്സിന് നമ്മൾ പറയുന്നത് സിർക്കോൺസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ പോയിന്റ്സിനനുസരിച്ച് നമ്മുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, നമുക്കിവിടെ സിർക്കോൺസ് കിട്ടിക്കൊണ്ടിരിക്കും. ആ സിർക്കോൺസ് ആയിരിക്കും പിന്നീട് എന്ത് ചെയ്യുക, ഈ ടോക്കൺ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ആയിട്ട് കിട്ടാനായിട്ട് പോകും. അപ്പോൾ ഞാനിതൊക്കെ നെക്സ്റ്റ് അടിച്ച് പോവുകയാണ്. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമ്മൾ സ്കാൻ വാലറ്റ് കാണാൻ പറ്റും. സ്കാൻ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ വാലറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ചെയിനിൻ്റെ എത്ര തവണ നമ്മൾ ചെയിനിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അതിനോടനുസരിച്ച് എന്ത് ചെയ്യും, ഒരു ചെറിയ പോയിന്റ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ഹോൾഡർ ആണോ പ്ലെയർ ആണോ ഡീജൻ ആണോ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തു, കണ്ടിന്യൂ എക്സ്പ്ലോറിങ് കൊടുക്കുന്നു. ഇനിയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെഫറൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ കോഡ് വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം, ചെറിയ പോയിന്റ് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും അവരുടെ ആക്ടിവിറ്റി അനുസരിച്ച്. അപ്പോൾ എത്ര റെഫറൽ ആണെന്ന് വെച്ചാൽ അതിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൈ ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് വിത്ത് തീയാണ്. തീയ എന്ന് പറഞ്ഞൊരു ചാറ്റ് ബോട്ടാണ്. നമ്മുടെ ചാറ്റ് GPT പോലത്തെ ഒരു ബോട്ട് പോലെയാണ്. അപ്പോൾ ആ ചാറ്റ് വിത്ത് തീയയിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തീയാചാരെന്ന് വന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് വാലറ്റ് കൊടുക്കണം. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത അതേ മെറ്റാമാസ്ക് വാലറ്റ് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ സൈൻ റിക്വസ്റ്റ് വരും. നമ്മളോട് കൺഫേം ചെയ്യണം ഏത് ചെയിനാണ്. ചെയിൻ ബേസ് ആണ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ചെയിൻ തന്നെ എന്ത് ചെയ്യുക, അവിടെ കണക്ട് ചെയ്യുക. കൺഫേം കൊടുക്കുക. ഡാപ്സ് നീഡ് കണക്ട് ചെയ്യുക വാലറ്റ് നോക്കുന്നു. സൈനിങ് കൊടുക്കുക. വീണ്ടും ഒരു സൈൻ റിക്വസ്റ്റ് വരും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മുടെ ചെയിൻ ബേസിൽ കണക്ട് ചെയ്ത തന്നെ വാലറ്റും അതേ വാലറ്റ് തന്നെ എന്ത് ചെയ്യുന്നത്, ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ചെയിൻ ബേസിൻ്റെ അതേ വാലറ്റ് തന്നെയാണ് മെയിൻ സ്ക്രീനിലും അതുപോലെ തീയ ചാറ്റിലും കണക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതും എന്ത് ചെയ്യും, ഈ വാലറ്റിൽ തന്നെ റെക്കോർഡ് ആവുന്നുണ്ട്. സോ ഞാനിവിടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ എന്ത് ചെയ്യുക, വെറുതെ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ചോദിക്കുക, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ലെയർ, എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ചോദിക്കുക. അപ്പോൾ അതിന് ഒരു ആൻസർ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ തീയ ചാറ്റായിട്ട് എന്ത് ഒരു ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ കണ്ടില്ലേ, ഹൈ ട്രാഫിക് അലർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് പേഷ്യൻസ് തന്നെ വേണ്ടി വരും. അതായത് ക്ഷമയോടെ ഇരിക്കേണ്ടി വരും എന്തെങ്കിലും ആൻസർ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും 20 പോയിന്റ്സ് എന്ത് ചെയ്തു, ഏൺ ചെയ്തു. അപ്പോൾ എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യുക, തീയ ചാറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് 20 പോയിന്റ് ഉണ്ടാക്കുക. അടുത്ത ടാസ്ക് ഒന്ന് മേക്ക് തീയ സ്മാർട്ട് എന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഗോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നോട്ട് നമ്പർ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കും നിങ്ങൾക്കൊരു NFT മിൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ഓൾറെഡി നമ്മൾ അവരുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് നെറ്റ് വാലറ്റിലേക്ക് എന്ത് ചെയ്യും, അവർ നമുക്ക് ടെസ്റ്റ് നെറ്റ് എതീറിയം ഇട്ട് തരും. ഒറിജിനൽ വാല്യൂ ഉള്ളതല്ല, ടെസ്റ്റ് നെറ്റിലുള്ള എതീറിയം ഇട്ട് തരും. നമ്മൾ ഗെറ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലെയിം കൊടുക്കുക. ക്ലെയിം കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റിലോട്ട് ആ ഒരു
മിൻറ്റ് ചെയ്യാനുള്ള NFT മിൻറ്റ് ചെയ്യാനുള്ള ഇതീറിയം എന്ത് ചെയ്യും അവർ നമ്മുടെ വാലറ്റിലോട്ട് ഇട്ട് തരും. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ NFT മിൻറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ക്ലെയിം ഫോസറ്റിലേക്ക് നമ്മൾ എതീറിയം എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് മിൻറ്റ് ചെയ്യണം. നമ്മുടെ NFT മിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എതീറിയം കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് എതീറിയം അവർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റാമാസ്കിൽ പോയിട്ട് ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ താഴേക്ക് വരിക, കൺഫേം കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല, കാരണം ടെസ്റ്റ് നെറ്റിലെ എതീറിയമാണ് ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒറ്റ പൈസയല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ നമ്മൾ കണ്ടിന്യൂ ചാറ്റിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ എന്ത് കൺഫേം ട്രാൻസാക്ഷൻ എന്ന് വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ 0 കൺഫേം വ്യൂ ഓൺ ടെസ്റ്റ് എക്സ്പ്ലോർ ചേമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ് എന്തായാലും കുറേ അധികം യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ട്, നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നില്ല എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസറും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ അവർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിവിടെ സ്റ്റോപ്പ് ആയിട്ട് കാണുകയാണ്. ഇവിടെ സജഷൻ കാണിക്കുന്നുണ്ട്. അതിനൊപ്പം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്കൊരു തിയ സ്മാർട്ട് എന്ന് പറഞ്ഞ ടാസ്ക് ഇവിടെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ സ്പീഡ് ആൻഡ് ഫീസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ഇവിടെ വരിക, വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 പോയിന്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ മേലെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, നിങ്ങളുടെ ഓരോ പോയിന്റ് അനുസരിച്ച്. അടുത്ത് ഫോളോ ചെയിൻ ബേസ്ഡ് ട്വിറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ചെയിൻ ബേസ്ഡ് ഡിസ്കോഡും അതുപോലെ തന്നെ ഫോളോ ചെയിൻ ബേസ്ഡ് ട്വിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രൊഫൈലിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഈ ഡിസ്കോഡും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടും കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ട്വിറ്റർ അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, ഡിസ്കോഡ് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾ സ്വയം ചെയ്താൽ മതി. ഇത് ലിങ്ക് എന്ത് ചെയ്യുക, നേരെ ട്വിറ്ററിൽ പോകുക, ഓതറൈസേഷൻ കൊടുക്കുക, ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു യൂസർ നെയിമും പ്രൊഫൈലൊക്കെ എന്ത് ചെയ്യുക, ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഇടുക. ഇപ്പോൾ ഇവിടെ എന്താ യൂസർ നെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂണിക് യൂസർ നെയിം 0x മാറ്റിന് ശേഷം എന്ത് ചെയ്യുക, 0x വേണമെങ്കിൽ കിട്ടോ. എന്നിട്ട് വല്ല ക്രിപ്റ്റോ മങ്ക്, ഇപ്പോൾ ഞാൻ ഇടുന്നതാണ് ക്രിപ്റ്റോ മങ്ക് നിർക്കുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ടാസ്ക് വന്ന് പ്രൊഫൈൽ ക്ലിക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ക്ലിക്ക് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്ത് അവർ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ ഇതുകൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ട്വിറ്ററും ഡിസ്കോഡും കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഹോമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആ രണ്ടെണ്ണം ഫോളോ ചെയ്ത ടാസ്ക് കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുകൂടി കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഒറ്റ ടാസ്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഇത് കംപ്ലീറ്റ് എല്ലാം എന്ത് ചെയ്യാം, എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ട്വിറ്റർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ റെഫറലാണെങ്കിൽ അവിടെ ചെയ്യുക. പിന്നെ പേഴ്സണൽ ക്രാഫ്റ്റ് എന്ന സംഭവം സെറ്റ് നിക്ക് നെയിം അവതാർ പേഴ്സണലൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മളിവിടെ വെരിഫിക്കേഷൻ കൊടുക്കുക. വെരിഫിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞ് സംഭവിക്കും, നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് കാരണം നമുക്കിവിടെ 50 സിർക്കോൺസ് കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ പോയിന്റ്സും ഇതൊക്കെ ഓരോ ടാസ്കിലാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ മെയിൻ സ്ക്രീനിൽ ഒരു റൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ഇൻഫ്ലുവൻസർ ഈ ഓരോ നിങ്ങൾ എടുക്കുന്ന ടാസ്കിനും ഓരോ സെക്ഷനിലേക്കാണ് പോയിന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ചീവർ, കോൺട്രിബ്യൂട്ടർ, ഹോൾഡർ. ഈ ഹോൾഡർ സംബന്ധിച്ചാൽ ഈ മൂന്നെണ്ണം നിങ്ങളുടെ വാലറ്റിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ച് അവർ തന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ എൻ്റെ വാലറ്റ് ഞാനിപ്പോൾ കണ്ടിരുന്നത് വളരെ ആക്ടിവിറ്റി കുറഞ്ഞ കാരണം അതിനെനിക്ക് ആ കുറച്ച് പോയിന്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഡെയിലി ഇത് ചെക്ക് ചെയ്യാൻ നോക്കുക. ഡെയിലി ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ചാറ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. സോ മാക്സിമം ഈ ഡ്രോപ്പ് എല്ലാവരും മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം വളരെ എളുപ്പമുള്ള ചെറിയ ടാസ്കുകളാണ്. ആ ടാസ്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ കിട്ടുന്ന ഏണിംഗ് അറിയാൻ പാടില്ല. പക്ഷേ ഏണിംഗ് നോക്കാതെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു എയർ ഡ്രോപ്പുകൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി മിസ് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ള എയർ ഡ്രോപ്പിനൊപ്പം ഈ ഒരു എയർ ഡ്രോപ്പിന് കൂട്ടിയിടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് സാധ്യതയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിലോ അല്ലെങ്കിൽ നമുക്ക് എൻ്റെ മെയിൽ ID ഉണ്ട്, ആ മെയിൽ IDയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ ചോദിച്ചാൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എടുത്തിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റെഫറൽ വഴി കയറിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ഒരു നമ്മൾ കണ്ട പോലെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യാം, നിങ്ങളുടെ പോയിന്റ്സുകൾ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യാം, ഇവിടെയും മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.